ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ടെടാ നമ്മളെ ആംശിർക്കൂട്ടിൽ നിറച്ച് ഉറുമ്പ്. നമുക്ക് അങ്ങനെ കാണില്ല, കാരണം ഈർച്ചപ്പൊടിയും സീഡ്സും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മേത്തൊക്കെ ഒരു കറുത്ത കറുത്ത പുള്ളിക്കുത്തുകൾ. അപ്പം നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഉറുമ്പ് കയറിയിട്ടുണ്ട്. കുഞ്ഞു മക്കളല്ലേ, തോല് വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിലേക്ക് വല്ലാണ്ട് പെയിൻ എടുക്കൂലേ. അപ്പം നമ്മളെന്താക്കി, അതൊന്ന് മാറ്റി കളയാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ആ ഈർച്ചപ്പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവരൊന്ന് മാറ്റിയിട്ടിട്ടൊന്ന് ക്ലീനാക്കി വെക്കാൻ വിചാരിച്ചു. ഉറുമ്പ് കടിച്ചാകെ സീനാവുണ്ടല്ലോ വെച്ചു. അമ്മ ആംശരണം മാറ്റാമെന്ന് ആദ്യം വിചാരിച്ച്. കൈയിടാൻ പേടി, കാരണം അഗ്രസീവ് ആവും, മക്കളുള്ളതല്ലേ. എന്നാലും പതുക്കെ അതിനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതിനെ പിടിച്ച് ചെറിയൊരു അക്വരത്തിലേക്കാക്കിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെയാണ് കുഞ്ഞുങ്ങളെ മാറ്റിയത്. അമ്മയ്ക്ക് ബേജാറ്, മക്കളെന്താ ചെയ്യാൻ പോവാണോ എന്നുള്ള പേടി. അമ്മയെന്നും അമ്മ തന്നെയല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ആ മക്കളെല്ലാം കൂടി എടുത്തിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി അതിലേക്ക് മാറ്റി വെച്ചു. നല്ല രീതിക്ക് ഉറുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു, പാവട. നമ്മൾ കണ്ടില്ലായിരുന്നു, ഇന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത്. കുഞ്ഞു മക്കളാട്ടോ, രോമൊന്നും വന്നിട്ടില്ല, കണ്ണ് തുറന്നിട്ടില്ല, ഉണ്ടായിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ ആ ഈർച്ചപ്പൊടി മൊത്തം കോരി മാറ്റി, അത് മൊത്തം എടുത്തിട്ടൊരു കവറിലേക്ക് മാറ്റി വെച്ചു. ഈറ്റളെ കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ, എന്ത് ഭംഗിയാ നോക്ക്. ആ മേത്ത് കാണുന്നതൊക്കെ ഉറുമ്പ് കടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് പരവേശം എടുക്കാട്ടോ, കുഞ്ഞുങ്ങളെ കാണാത്തതുകൊണ്ടുള്ള കളിയാ. അമ്മ എന്നും അമ്മയാണല്ലോ അല്ലേ. അതിന് ബേജാറായിട്ട് വയ്യ, അത് കയറുക ഇറങ്ങുക കളിയായിരുന്നു ഫുൾ ടൈം. മക്കളെ തരികയാണോ എന്താ എനിക്കറിയില്ല. കയറുക ചാടുക ആ കളി തന്നെ. പാവമുണ്ട്. നമുക്കെന്തായാലും മാറ്റി കൊടുത്തല്ലേ പറ്റൂ, കാരണം മക്കളെ കടിച്ചിൻ്റെ ആകെ സീനാവില്ലേ. അമ്മ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലുള്ളത് ഫുള്ള് ക്ലീൻ ചെയ്ത് മാറ്റി. ആ വെച്ച സ്റ്റാൻഡും ഒന്ന് തട്ടി കൊടുക്കണം, കാരണം സ്റ്റാൻഡിലും ഉറുമ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡും ഒന്ന് തട്ടി നല്ല രീതിക്ക് അതിലുള്ള ഉറുമ്പിനെല്ലാം മാറ്റി. അതെല്ലാം മാറ്റി കഴിഞ്ഞ് പുതിയ ഈർച്ചപ്പൊടി ഫില്ല് ചെയ്തു കേട്ടോ. പുതിയ ഈർച്ചപ്പൊടിയും ഫില്ല് ചെയ്ത് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്തിട്ട്, ലേറ്റൊക്കെ തണുപ്പടിച്ച് ചിലപ്പോൾ സീനാവില്ലേ. അപ്പം പുതിയ പൊടിയൊക്കെ നല്ല രീതിക്ക് ആക്കി സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പം ആയിട്ടുള്ള പിടിച്ചിങ്ങോട്ട് ആക്കിയാൽ മതി. ഇത് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിക്കണം, കാരണം കുഞ്ഞു മക്കളല്ലേ, ഇവർക്ക് തണുപ്പടിച്ച വേഗം ഇവർ ഡെഡാവും. അപ്പോൾ പിന്നെ നമ്മളത് എല്ലായിടത്തും ആക്കി നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇട്ടു. എന്നിട്ട് പിന്നെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടിയിലിട്ട് വെച്ചിരുന്നല്ലോ, അയിറ്റുകളെ എടുത്തിട്ട് ഈ ഈർച്ചപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് കേട്ടോ ടോപ്പ് വിറ്റ്. അപ്പം ഈറ്റകളെല്ലാത്തിനും ഇതിനകത്താക്കി അമ്മനെ തിരഞ്ഞിട്ട് അമ്മനെ ഒരു വിധത്തിലും കാണുന്നില്ല. അമ്മനെ അത്ര നേരം ഞങ്ങൾ ആ ബോക്സിൽ ഇതിൽ അക്വേറിയത്തിലിട്ട് വെച്ചാൽ, പക്ഷെ പിന്നെ നോക്കുമ്പോൾ അമ്മനെ കാണാനില്ല. കുറേ തിരഞ്ഞു, കാണുന്നേ ഇല്ല. അതെനിക്ക് തോന്നുന്നു മക്കളെ തിരഞ്ഞിറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളാകെ പേടിച്ചു പോയി. അമ്മല്ലാണ്ട് കുഞ്ഞുങ്ങളും എന്തായി പോലെ. അപ്പോൾ അതാ കിടക്കുന്നത് അടിയിൽ. പിടിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും നടന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്തു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി എങ്ങനെയൊക്കെയോ പിടിച്ച് അതിൻ്റെ കൂട്ടത്തിലിട്ടു നോക്കുമ്പോൾ അത് അമ്മ കുഞ്ഞുങ്ങളെടുത്ത് പായിന്ന്. ഇത്രയും നേരം കാണാത്തതിൻ്റെ ടെൻഷനാണോ, ഇനി തിന്നാനുള്ള പ്ലാനാണോ എന്തോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഓരോ കുഞ്ഞുങ്ങളെടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു. പിന്നെ ആയിട്ടുള്ള കഴിച്ചൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.